അറബി പഠനം 24-ാം ഭാഗം. അന്നഅത്ത് വിശേഷണം. നഅത്ത് എന്താണ്, എന്തിനു വേണ്ടിയാണ് നഅത്ത് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് നോക്കാം. ഹാദാ കിതാബുൻ മുഫീദുൻ, ഇതൊരു ഉപകാരപ്രദമായ പുസ്തകമാണ്. ഈ സെൻറ്റൻസിൽ ഒന്നാമത് വന്നിരിക്കുന്ന വാക്ക് ഹാദ എന്നാണ്. ഹാദ എന്നത് മുബ്തദ ആണ്. എന്താണ് മുബ്തദ? നാം മുമ്പ് പഠിച്ചു. ഒരു ജുംലയുടെ ഒന്നാമത്തെ വാക്ക് ഇസ്മാണെങ്കിൽ ആ ഇസ്മ മുബ്തദ ആണ്. ഇവിടെ ഹാദ എന്നത് ഇസ്മുൽ ഇഷാറയാണ്. ഇസ്മുൽ ഇഷാറ ഇസ്മിൽപ്പെട്ടതാണ്. അപ്പോൾ ഹാദ എന്നത് മുബ്തദ ആണ്. ഒരു മുബ്തദ ഉണ്ടെങ്കിൽ നിർബന്ധമായും അതിനൊരു ഖബർ വേണം. ഇത് എന്താണ് എന്ന് അറിയിച്ചു തരുന്ന വാക്കാണ് ഖബർ. ഇവിടെ ഹാദ എന്നുള്ളത് എന്താണ് എന്ന് അറിയിച്ചു തരുന്ന വാക്ക് കിതാബുൻ എന്നുള്ളതാണ്. ഹാദ കിതാബുൻ, ഇതൊരു പുസ്തകമാണ്. അപ്പോൾ ഇത് ഖബറാണ്. മുബ്തദയും ഖബറും വന്നു കഴിഞ്ഞാൽ ആ ജുംല കംപ്ലീറ്റ് ആയി, പൂർണ്ണമായി. ഇതൊരു ജുംല മുഫീദയാണ് ഹാദ കിതാബുൻ എന്നുള്ളത്. ഇനി ഈ ഖബറിൻ്റെ കൂടെ ഒരു നഅത്ത് വെച്ചിരിക്കുന്നു. മുഫീദുൻ, ഉപകാരപ്രദമായ. ഇതാണ് നഅത്ത്. ഉപകാരപ്രദമായ എന്ന അർത്ഥത്തിന് വേണ്ടി ഉപയോഗിച്ച വാക്കാണ് നഅത്ത്. ഈ രൂപത്തിലുള്ള അർത്ഥമായിരിക്കും നഅത്തിന് കൂടുതലായും ഉണ്ടാവുക. ഉപകാരപ്രദമായ, വലിയ, ചെറിയ, ഭംഗിയുള്ള, അങ്ങനെയുള്ള അർത്ഥത്തിന് വേണ്ടിയാണ് കൂടുതലായും നഅത്ത് ഉപയോഗിക്കുന്നത്. അതായത് വിശേഷിപ്പിക്കലാണത്. കിതാബുൻ എന്ന വാക്കിനെ വിശേഷിപ്പിച്ചതാണ് മുഫീദുൻ എന്ന വാക്കുകൊണ്ട്. നഅത്ത് എന്ന് പറഞ്ഞാൽ വിശേഷിപ്പിക്കൽ എന്നാണ് അർത്ഥം. സിഫത്ത് ചെയ്യലാണ്. ഇവിടെ കിതാബുൻ എന്ന ഖബറിനാണ് നഅത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഏതൊരു വാക്കിനും നഅത്ത് വെക്കാവുന്നതാണ്. ഖബറിന് നഅത്ത് വെക്കാം, മുബ്തദയിനെ വെക്കാം, ഫായിലിനും മഫൂൽ ബിഹിക്കും എല്ലാ വാക്കിൻ്റെയും ശേഷം നഅത്ത് വെക്കാം. ഏത് വാക്കിനെയും നമുക്ക് വിശേഷിപ്പിക്കാമല്ലോ. ഇവിടെ നഅത്ത് വന്നിരിക്കുന്നത് കിതാബുൻ എന്ന ഖബറിനാണ്. അങ്ങനെ നമ്മളൊരു പദത്തിന് ഒരു നഅത്ത് വെച്ചാൽ ഏത് പദത്തിനാണോ നഅത്ത് വെച്ചത് ആ പദത്തിന് മൻഊത്ത് എന്ന് പറയപ്പെടും. അതായത് മൗസൂഫ്, സിഫത്ത് ചെയ്യപ്പെട്ട പദം, നഅത്ത് ചെയ്യപ്പെട്ട പദം. അപ്പോൾ മുഫീദുൻ എന്നത് നഅത്താണ്, കിതാബുൻ എന്നത് മൻഊത്താണ്. ഇനി നഅത്തിൻ്റെ ഇഅ്റാബ് എന്താണെന്ന് നോക്കാം. ഇവിടെ മുഫീദുൻ എന്ന നഅത്തിൻ്റെ ഇഅ്റാബ് റഫ് ആണ്. കാരണം അതിൻ്റെ മൻഊത്തിൻ്റെ ഇഅ്റാബ് റഫ് ആണ്. മൻഊത്തിൻ്റെ ഇഅ്റാബ് റഫ് ആയത് എന്തുകൊണ്ടാണ്? മൻഊത്ത് ഖബർ ആയതുകൊണ്ട്. അപ്പോൾ നഅത്തിൻ്റെ ഇഅ്റാബ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൻഊത്തിന് എന്താണോ ഇഅ്റാബ് ഉള്ളത് അതായിരിക്കും നഅത്തിൻ്റെ ഇഅ്റാബ്. എന്നാൽ മൻഊത്തിന് പ്രത്യേകിച്ചൊരു ഇഅ്റാബില്ല. കാരണം മൻഊത്ത് എപ്പോഴും മറ്റെന്തെങ്കിലും ആയിരിക്കും. ഇവിടെ മൻഊത്ത് ഖബറാണ്. ഇനി മൻഊത്ത് മുബ്തദായി വരാം, മൻഊത്ത് ഫായിലായി വരാം, മൻഊത്ത് മഫൂൽ ബിഹി ആയി വരാം. അപ്പോൾ അതിൻ്റേതായ ഇഅ്റാബ് ആ പദങ്ങൾക്ക് ഉണ്ടാകും. നഅത്തിൻ്റെ ഇഅ്റാബ് മൻഊത്തിൻ്റെ ഇഅ്റാബായിരിക്കും എന്നുള്ള കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇഅ്റാബിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും നഅത്ത് മൻഊത്തിനെ പിന്തുടരും. ഇവിടെ മൻഊത്ത് നോക്കിയാൽ നമുക്ക് കാണാം, മൻഊത്ത് മുദക്കറാണ്, കിതാബുൻ. മൻഊത്ത് മുദക്കറാണെങ്കിൽ നഅത്തും മുദക്കറായിരിക്കണം. മൻഊത്ത് മുഅന്നസ് ആണെങ്കിൽ നഅത്തും മുഅന്നസ് ആയിരിക്കണം. മൻഊത്തിൻ്റെ അതേ ഇഅ്റാബ് നഅത്തിനും കൊടുക്കണം. മൻഊത്തിൻ്റെ കൂടെ അലിഫ്ലാം ഉണ്ടെങ്കിൽ നഅത്തിനും അലിഫ്ലാം ചേർക്കണം. മൻഊത്തിൻ്റെ കൂടെ അലിഫ്ലാം ഇല്ലാതെ തൻവീനാണുള്ളത് എങ്കിൽ നഅത്തിനും അലിഫ്ലാം ചേർക്കാതെ അവസാനത്തെ അക്ഷരത്തിന് തൻവീൻ ചേർത്തുകൊണ്ട് എഴുതണം. ഇനി അടുത്ത ഉദാഹരണം, ഖറഅതു കിതാബൻ മുഫീദൻ, ഞാനൊരു ഉപകാരപ്രദമായ പുസ്തകം വായിച്ചു. ഖറഅതു, ഞാൻ വായിച്ചു, കിതാബൻ, ഒരു പുസ്തകം, ഞാനൊരു പുസ്തകം വായിച്ചു. ഇതോടെ ജുംല ഇവിടെ കംപ്ലീറ്റ് ആയി. എന്നാൽ നമ്മൾ അതിൻ്റെ ശേഷം ഒരു നഅത്ത് ചേർത്ത് കൊടുത്തു. ഏതിനാണ് നഅത്ത് ചേർത്തിരിക്കുന്നത്? കിതാബൻ എന്ന വാക്കിനാണ് നഅത്ത് ചേർത്തിരിക്കുന്നത്. ഇവിടെ ഖറഅതു എന്നുള്ളതിൽ ഖറഅ ഫിഅലാണ്, തു എന്നത് ഫായിലാണ്. ഇനി ഞാൻ വായിച്ചു, ഖറഅതു, ഞാൻ എന്തിനെയാണ് വായിച്ചത്? കിതാബൻ, പുസ്തകത്തിനെ. അപ്പോൾ ഈ പുസ്തകം എന്നുള്ളത് മഫ്ഊലു ബിഹിയാണ്. മഫ്ഊലു ബിഹിയുടെ ഇഅ്റാബ് നസ്ബാണ്. അതുകൊണ്ടാണ് അവസാനത്തെ അക്ഷരത്തിന് ഫത്ഹ് ഇട്ടിരിക്കുന്നത്. ഇനി ഈ മഫ്ഊലു ബിഹിക്കാണ് നമ്മളിവിടെ നഅത്ത് വെച്ചത്. അതുകൊണ്ട് തന്നെ മഫ്ഊലു ബിഹി ഇപ്പോൾ മൻഊത്തും കൂടെയാണ്. ഇവിടെ മൻഊത്ത് മഫ്ഊലു ബിഹി ആയത് കാരണം ഇഅ്റാബ് നസ്ബാണ്. അതുകൊണ്ട് തന്നെ നഅത്തിൻ്റെ ഇഅ്റാബും നസ്ബായി. മുഫീദൻ എന്ന് അവസാനത്തെ അക്ഷരത്തിന് ഫത്ഹ് നൽകിക്കൊണ്ട് നസ്ബ് ചെയ്തിരിക്കുന്നു. അടുത്ത ഉദാഹരണം, നളർതു ഫി കിതാബിൻ മുഫീദിൻ, ഞാനൊരു ഉപകാരപ്രദമായ പുസ്തകത്തിൽ നോക്കി. നളർത്തു, ഞാൻ നോക്കി. ഫിഅല്
തു എന്നുള്ളത് ഫായില്. ഫി കിതാബിൻ ഒരു പുസ്തകത്തിൽ. ഫി എന്നത് ഹർഫു ജറാണ്. കിതാബിൻ എന്നത് ഹർഫു ജറിൻ്റെ ശേഷം വന്ന ഇസ്മായതുകൊണ്ട് മജ്റൂറാണ്, അതായത് ജറ് ചെയ്യപ്പെട്ട വാക്കാണ്. ഈ മജ്റൂറായ ഇസ്മിനാണ് നഅത്ത് വെച്ചിരിക്കുന്നത്, മുഫീദിൻ എന്ന നഅത്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ മൻഊത്തിൻ്റെ ഇറാബ് ജറാണ്, അതുകൊണ്ട് തന്നെ നഅത്തിൻ്റെ ഇറാബും ജറായി. അടുത്ത ഉദാഹരണം നോക്കാം. ഹാദ മൈദാനുൻ ഫസീഹുൻ, ഇതൊരു വിശാലമായ മൈതാനമാണ്. ഹാദ ഇത് മുബ്തദാണ്. മൈദാനുൻ ഇതൊരു മൈതാനമാണ്, ഗ്രൗണ്ടാണ് എന്ന് പറയുമ്പോൾ ഇത് ഖബറാണ്. ഈ ഖബറിനാണ് ഇവിടെ നഅത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഹാദ മൈദാനുൻ ഫസീഹുൻ, ഇതൊരു ഫസീഹായ വിശാലമായ മൈതാനമാണ്. മൈദാനുൻ എന്ന ഖബറിന് ഫസീഹുൻ എന്ന നഅത്ത് വെച്ചപ്പോൾ മൈദാൻ ഖബറിന് പുറമെ മൻഊത്തും കൂടെയായി. ഇവിടെ മൻഊത്ത് ഖബറായതുകൊണ്ട് ഇറാബ് റഫ് ആണ്, അതുകൊണ്ട് തന്നെ നഅത്തിന്റെ ഇറാബും റഫ് ആയി. ഇറാബ് റഫ് ആയതുകൊണ്ട് അവസാനത്തെ അക്ഷരത്തിന് ലമ്മ് നൽകി. അടുത്ത ഉദാഹരണം. അൽ മൈദാനുൽ ഫസീഹു ജദീദുൻ, വിശാലമായ മൈതാനം പുതിയതാണ്. അൽ മൈദാനു ഇത് മുബ്തദാണ്, ഒന്നാമത്തെ വാക്കിസ്മാണ്, അത് മുബ്തദാണ്. ഈ മുബ്തദയുടെ ഖബർ ഏതാണ്? അൽ മൈദാനു ഗ്രൗണ്ട്, ജദീദുൻ പുതിയതാണ്. ഈ ജദീദുൻ എന്ന വാക്കാണ് ഖബർ, ഗ്രൗണ്ട് പുതിയതാണ് എന്നുള്ളത്. ഇനി ഇവിടെ അൽ ഫസീഹു എന്നത് അൽ മൈദാനു എന്നതിൻ്റെ നഅത്താണ്. ഇവിടെ നഅത്ത് വെച്ചിരിക്കുന്നത് മുബ്തദയിനാണ്. മുബ്തദയിൻ്റെ ഇറാബ് റഫ് ആണ്, അതുകൊണ്ട് തന്നെ നഅത്തിൻ്റെ ഇറാബും റഫ് ആയി. ഇവിടെ മുബ്തദയിന് അലിഫ്ലാം ചേർത്തിരിക്കുന്നത് കാണാം, അതുകൊണ്ട് തന്നെ അതിൻ്റെ നഅത്തിനും അലിഫ്ലാം ചേർത്തിരിക്കുന്നു. അൽ മൈദാനുൽ ഫസീഹു വിശാലമായ മൈതാനം. അടുത്ത ഉദാഹരണം. യൽഅബു വലതുൻ തൊവീലുൻ, ഉയരമുള്ള ഒരു കുട്ടി കളിക്കുന്നു. യൽഅബു ഫേലാണ്, വലതുൻ ഫായിലാണ്. യൽഅബു വലതുൻ ഒരു കുട്ടി കളിക്കുന്നു. ഫേലും ഫായിലുമാണ് ഇവിടെ ഉള്ളത്. ഇതിൽ ഫായിലിനാണ് നഅത്ത് വെച്ചിരിക്കുന്നത്. എന്താണ് നഅത്ത്? തൊവീലുൻ ഉയരമുള്ള എന്ന നഅത്ത് വെച്ചപ്പോൾ വലതുൻ എന്നുള്ള ഫായില് മൻഊത്തും കൂടെയായി. അപ്പോൾ ഇവിടെ മൻഊത്തിൻ്റെ ഇറാബ് റഫ് ആണ്, കാരണം മൻഊത്ത് ഫായിലാണ്. മൻഊത്തിൻ്റെ ഇറാബ് റഫ് ആയത് കാരണം നഅത്തിൻ്റെ ഇറാബും റഫ് ആയി, അതുകൊണ്ട് തൊവീലുൻ എന്ന് പറഞ്ഞു. തഫത്തഹത്തിൽ വർദ്ധത്തുൽ ജമീലത്തു, ഭംഗിയുള്ള പൂവ് വിരിഞ്ഞു. തഫത്തഹത്ത് വിരിഞ്ഞു, അൽ വർദ്ധത്തു പൂവ്. എങ്ങനെയുള്ള പൂവാണ്? അൽ ജമീലത്തു ഭംഗിയുള്ള. ഇവിടെ അൽ ജമീലത്തു എന്നുള്ള നഅത്ത് വെച്ചിരിക്കുന്നത് അൽ വർദ്ധത്തു എന്ന ഫായിലിനാണ്. ഈ തഫത്തഹത്ത് എന്ന ഫീലിൻ്റെ ഫായിലാണ് അൽ വർദ്ധത്ത്. ഇവിടെ മൻഊത്ത് മുഅന്നസാണ്, സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് തന്നെ നഅത്തിനെയും മുഅന്നസാക്കിയിരിക്കുന്നു. എങ്ങനെ? അവസാനം ഒരു താ മർബൂത്ത ചേർത്തുകൊണ്ട്. നഅത്തിൻ്റെ ഇറാബ് റഫ് ആണ്, കാരണം മൻഊത്തിൻ്റെ ഇറാബ് ഫായിലായതുകൊണ്ട് റഫ് ആണ്. മൻഊത്തിന് അലിഫ്ലാം ഉണ്ട്, അതുകൊണ്ട് നഅത്തിനും അലിഫ്ലാം ഉണ്ട്. ഖതഫ്തുൽ വർദ്ധത്തൽ ജമീലത്ത, ഞാൻ ഭംഗിയുള്ള പൂവ് പറിച്ചു. ഖതഫ്തു ഞാൻ പറിച്ചു, ഫേലും ഫായിലും. അൽ വർദ്ധത്ത പൂവ്, ഇവിടെ അൽ വർദ്ധത്ത് മഫ്ഊൽ ബിഹിയാണ്. ഈ മഫ്ഊൽ ബിഹിക്കാണ് അൽ ജമീലത്ത എന്ന നഅത്ത് വെച്ചിരിക്കുന്നത്. അൽ വർദ്ധത്തൽ ജമീലത്ത ഭംഗിയുള്ള പൂവ്. മഫ്ഊൽ ബിഹി ഇറാബ് നസ്ബാണ്, അതുകൊണ്ട് തന്നെ നഅത്തിൻ്റെ ഇറാബും നസ്ബായി. അൽ വർദ്ധത്ത എന്ന മൻഊത്ത് മുഅന്നസാണ്, താഴ് ചേർത്തിരിക്കുന്നു, അതേപോലെ അലിഫ്ലാമുണ്ട്. അതേ രൂപത്തിൽ തന്നെ അതേപോലെ നഅത്തിലും കാണാം, അലിഫ്ലാമുണ്ട്, അവസാനം താവുമുണ്ട്. നളർത്തു ഇല അൽ വർദ്ധത്തിൽ ജമീലത്തി, ഞാൻ ഭംഗിയുള്ള പൂവിലേക്ക് നോക്കി. നളർത്തു ഞാൻ നോക്കി, ഇലൽ വർദ്ധത്തി റോസാപ്പൂവിലേക്ക്. അൽ ജമീലത്തി ഭംഗിയുള്ള പന്നീർ പൂവിലേക്ക് ഞാൻ നോക്കി. ഇവിടെ നളർത്തു എന്നത് ഫേലും ഫായിലുമാണ്, ഇല എന്നത് ഹർഫ് ജറാണ്, അൽ വർദ്ധത്തി എന്നത് ഹർഫ് ജറിൻ്റെ ശേഷം വന്നിരിക്കുന്ന ഇസ്മാണ്, ജർ ചെയ്യപ്പെട്ട ഇസ്മ്. ഇതിൻ്റെ ശേഷമാണ് നഅത്ത് വെച്ചിരിക്കുന്നത്. അൽ വർദ്ധത്ത് എന്നതിനാണ് നഅത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ വർദ്ധത്താണ് മൻഊത്ത്. മൻഊത്തിൻ്റെ ഇറാബ് ജറായത് കാരണം നഅത്തിൻ്റെ ഇറാബും ജറായി. ഇനി ഇറാബ് നോക്കാം. ഹാദാ കിതാബും മുഫീദുൻ, ഇതൊരു ഉപകാരപ്രദമായ പുസ്തകമാണ്. ഇതിലെ ഓരോ വാക്കിൻ്റെയും ഇറാബ്. ഹാദ എന്നത് മുബ്തദ ആണ്.
മുബത്തദിന്റെ ഇറാബ് റഫ് ആണെന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെ ഹാദ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ റഫിൻ്റെ അടയാളമായ ലമ്മ് കാണുന്നില്ല. അതെന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് പഠിക്കാം. കിതാബുൻ എന്നത് ഖബറാണ്. ഖബറും മർഫൂഉം ബിൽ ലമ്മത്തി, ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്യപ്പെട്ട ഖബറാണ് കിതാബുൻ. അതേപോലെ തന്നെ ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്യപ്പെടേണ്ട വാക്കാണ് മുബത്തദ്. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് ലമ്മ് ഇല്ലാത്തത് എന്ന് പിന്നീട് പഠിക്കാം. വഹുവ മൻഊത്തുൻ, ഇത് ഖബറാണ്, അതോടൊപ്പം തന്നെ മൻഊത്തും കൂടെയാണ്. കാരണം അതിന് ശേഷം ഒരു നഅത്ത് വന്നിരിക്കുന്നു, മുഫീദുൻ എന്നത്. മുഫീദുൻ നഅത്തുൻ, മുഫീദുൻ എന്നത് നഅത്താണ്. മർഫൂഉൻ, റഫ് ചെയ്യപ്പെട്ട നഅത്ത് ബിൽ ലമ്മത്ത്, ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്യപ്പെട്ട നഅത്താണ് മുഫീദുൻ. അടുത്തത് റഅയ്തു മൈദാനൻ ഫസീഹൻ, ഞാനൊരു വിശാലമായ മൈതാനം കണ്ടു. റഅയ്തു, ഞാൻ കണ്ടു. ഫിഅലുൻ മാളിൻ, മാളിയായ ഫിഅലാണ്. അതായത് റഅയ് എന്നുള്ളതാണ് മാളിയായ ഫിഅൽ. വത്താഉ, താ ഏതാണ്? തു എന്നുള്ള ഈ താ ഫായിലുൻ, ഫായിലാണ്. ഇവിടെ രണ്ട് വാക്കുകളുണ്ട്. റഅയ് എന്നുള്ളത് ഫിഅലാണ്, തു എന്നുള്ളത് ആ ഫിഅലിൻ്റെ ഫായിലാണ്, ഞാൻ എന്നുള്ളത്. മൈദാനൻ മഫ്ഊലു ബിഹി, മൻസൂബും ബിൽ ഫതഹത്തി, ഫതഹത്ത് കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ട മഫ്ഊലു ബിഹിയാണ്. വഹുവ മൻഊത്തുൻ, ഇത് മൻഊത്തും കൂടെയാണ്. കാരണം അതിന് ശേഷം ഒരു നഅത്ത് വന്നിരിക്കുന്നു. ഫസീഹൻ നഅത്തുൻ മൻസൂബും ബിൽ ഫതഹത്തി, ഫതഹത്ത് കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ട നഅത്താണ് ഫസീഹൻ. നളർത്തു ഇലൽ വർദത്തിൽ ജമീലത്തി, ഞാനൊരു ഭംഗിയുള്ള പനിനീർ പൂവിലേക്ക് നോക്കി. നളർ എന്നുള്ളത് ഫീലും മാലിൻ, മാലിയായ ഫീലാണ്. വത്താഉ, തു എന്നുള്ള താ ഫായിലാണ്. ഫായിലിന്റെ ഇറാബ് റഫ് ആണ്. ഫായിലും മർഫൂൻ എന്നാണ് പറയേണ്ടത്. പക്ഷേ തു എന്നുള്ളതിൻ്റെ കൂടെ എന്തുകൊണ്ടാണ് മർഫൂൻ റഫ് ചെയ്യപ്പെട്ടത് എന്ന് പറയാത്തത് എന്ന കാര്യം പിന്നീട് പഠിക്കാം. ഇല എന്നുള്ളത് ഹർഫ് ജറിന്റെ ഹർഫാണ്. അൽ വർദത്തി എന്നുള്ളത് ഇസ്മുൻ മജ്റൂറിൻ, ജറ് ചെയ്യപ്പെട്ട ഇസ്മാണ്. ബി ഇല, ഇല കൊണ്ട്, ഇല മുമ്പിൽ വന്നതുകൊണ്ട് ജറ് ചെയ്യപ്പെട്ട ഇസ്മാണ് അൽ വർദത്തി. വ അലാമത്തുൽ ജരി, ജറിന്റെ അടയാളം കസറത്താണ്, അവസാനത്തെ അക്ഷരത്തിന് കസറത്ത്. വഹിയ മൻഊത്തുൻ, ഇത് മൻഊത്തും കൂടെയാണ്. എന്താണ് ഇതിൻ്റെ നഅത്ത്? അൽ ജമീലത്തി, നഅത്തും മജ്റൂറും ബിൽ കസറ കൊണ്ട് ജറ് ചെയ്യപ്പെട്ട നഅത്താണ് അൽ ജമീലത്തി. അപ്പോൾ നഅത്തിന് എല്ലാ ഇറാബും വരുന്നതാണ്. കാരണം നഅത്തിന്റെ ഇറാബ് തീരുമാനിക്കുന്നത് മൻഊത്തിന്റെ ഇറാബ് നോക്കിയിട്ടാണ്. മൻഊത്തിന് ഏത് ഇറാബാണോ ഉള്ളത് അതേ ഇറാബ് നഅത്തിനും കൊടുക്കണം. പിന്നെ മൻഊത്തിന്റെ പോലെ തന്നെ ആയിരിക്കണം എല്ലാ കാര്യത്തിലും. മൻഊത്തിനാണെങ്കിൽ പ്രത്യേകിച്ചൊരു ഇറാബില്ല. മൻഊത്ത് എപ്പോഴും മറ്റെന്തെങ്കിലും ആയിരിക്കും. മൻഊത്ത് ഫായിലായിരിക്കാം, മഫ്ഊൽ ബിഹി ആയിരിക്കാം, ജറിന്റെ ഹർഫിന് ശേഷം വന്ന ഇസ്മായിരിക്കാം, പിന്നെ മുബ്തദ ആയിരിക്കാം, ഖബറായിരിക്കാം, അങ്ങനെ എന്തുമായിരിക്കാം. നഅത്തിന് നഹ്വുൽ വാളിഹിൽ വന്ന ഖായിദ നോക്കാം. അന്നഅത്തു ലഫ്ലുൻ, നഅത്തൊരു പദമാണ്. യദുല്ലു, അത് അറിയിക്കുന്നു. അലാ സിഫത്തിൻ ഫിസ്മിൻ ഖബ്ലിഹി, തൊട്ടു മുമ്പുള്ള ഒരു ഇസ്മിന്റെ സിഫത്തിന്, വിശേഷണത്തെ അറിയിക്കുന്നു. വയുസമ്മൽ ഇസ്മുൽ മൗസൂഫു, ആ വിശേഷിപ്പിക്കപ്പെട്ട പദം പറയപ്പെടുന്നു മൻഊത്ത് എന്ന് പറയപ്പെടുന്നു. അതായത് തൊട്ടു മുമ്പുള്ള ഇസ്മിനെ വിശേഷിപ്പിക്കുന്ന പദത്തിനാണ് നഅത്ത് എന്ന് പറയുന്നത്. അന്നഅത്തു യത്തബിഉൽ മൻഊത്ത, നഅത്ത് മൻഊത്തിനെ പിന്തുടരും. ഫി റഫ്ഇഹി വ നസ്ബിഹി വ ജർറിഹി, അതിന്റെ റഫ്ഇലും നസ്ബിലും ജർറിലും. അതായത് മൻഊത്തിന്റെ ഇറാബ് തന്നെയായിരിക്കും നഅത്തിനുണ്ടാവുക എന്ന്. നഅത്തും മൻഊത്തും കുറച്ചുകൂടെ വിശദമായിട്ട് പിന്നീടുള്ളൊരു ഭാഗത്ത് പഠിക്കാം.